സമയം അർദ്ധരാത്രിയോട് അടുക്കുന്നു. ഗോവയിലെ ചന്ദോർ റെയിൽവേ സ്റ്റേഷന്റെ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് പെട്ടെന്നൊരു നിലവിളി ഉയർന്നു. സ്റ്റേഷന് സമീപമുള്ള താൽക്കാലിക ടെന്റുകളിൽ വിശ്രമിക്കുകയായിരുന്ന തൊഴിലാളികൾ പ്രാണരക്ഷാർത്ഥം പുറത്തേക്കിറങ്ങിയോടി. അവർ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ റെയിൽവേ ട്രാക്കിന് തൊട്ടരികിലായി പത്തിവിടർത്തി നിൽക്കുന്ന 10 അടിയോളം നീളമുള്ള കൂറ്റൻ രാജവെമ്പാല. സാധാരണയായി രാജവെമ്പാലകൾ തണുപ്പുള്ള നിബിഡമായ വനങ്ങൾ മാത്രം ആവാസ വ്യവസ്ഥയാക്കിയ ജീവികളാണ്. പശ്ചിമഘട്ടത്തിലെ കിലോമീറ്ററുകളോളം നീളുന്ന വനമേഖലകൾക്ക് പുറത്ത് ഇവയെ സാധാരണയായി കാണാൻ കഴിയില്ല. എന്നാൽ ചന്ദോർ എന്ന് പറയുന്നത് സമതല പ്രദേശമാണ്. രാജവെമ്പാലകൾക്ക് ജീവിക്കാൻ ഒട്ടും അനുയോജ്യമല്ലാത്ത ഉഷ്ണമേഖലാ പ്രദേശം. ഇത് ആദ്യമായിട്ടല്ല, മുൻപും സമാനമായ രീതിയിൽ ട്രെയിനുകൾക്ക് അകത്തും റെയിൽവേ പാളങ്ങളിലുമായി പാമ്പുകളെ കാണുന്ന വാർത്തകൾ വർദ്ധിച്ചു വരികയാണ്. വാർത്തകൾ കാട്ടുതീ പോലെ പടർന്നതോടെയാണ് വിദേശത്തു നിന്നും ഇന്ത്യയിൽ നിന്നുമായി ഒരു സംഘം ഗവേഷകർ ഈ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ ഗോവയിലെത്തിയത്. എന്തുകൊണ്ടാണ് സ്വന്തം ആവാസ വ്യവസ്ഥ വിട്ട് പാമ്പുകൾ ട്രെയിൻ കയറുന്നത്? അവയെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമായ മറ്റൊരിടത്തേക്ക് എത്തിപ്പെടുമ്പോൾ ആ ജീവി നേരിടുന്ന വെല്ലുവിളികൾ എത്രത്തോളമാണ്? ഇതിനെക്കുറിച്ചെല്ലാം ഈ ഗവേഷക സംഘം ആഴത്തിൽ പഠനം നടത്തി. കൗതുകകരമെന്ന് തോന്നാമെങ്കിലും വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. പശ്ചിമഘട്ടത്തിൽ കാണപ്പെടുന്ന രാജവെമ്പാലകൾ ശാസ്ത്രീയമായി ഓഫിയോഫാഗസ് കലിംഗ എന്ന സ്പീഷീസ് ആണ്. ഇവയ്ക്ക് കൃത്യമായ ആവാസ വ്യവസ്ഥയുണ്ട്. ഗോവയിലെ പഠനത്തിൽ ഗവേഷകർ സ്പീഷീസ് ഡിസ്ട്രിബ്യൂഷൻ മോഡൽ എന്ന മാപ്പിംഗ് വിദ്യ ഉപയോഗിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ പാമ്പുകളെ കണ്ടെത്തിയ സ്ഥലങ്ങളെല്ലാം അവയ്ക്ക് സ്വാഭാവികമായി ജീവിക്കാൻ കഴിയാത്ത ഹോസ്റ്റൈൽ ടെറിട്ടറി ആയിരുന്നു. കർണാടകയിലെ കാസിൽ റോക്ക് പോലുള്ള കൊടും വനങ്ങളിൽ നിന്നും ട്രെയിനുകൾ ഗോവയിലേക്ക് കടക്കുമ്പോൾ പാമ്പുകൾ അതിവേഗ കടത്തുപാതയായി റെയിൽവേയെ ഉപയോഗിക്കുന്നു. പ്രകൃതിദത്തമായ രീതിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കാൻ മാസങ്ങൾ എടുക്കുന്ന പാമ്പുകൾ ട്രെയിൻ മാർഗം മണിക്കൂറുകൾക്കുള്ളിൽ പുതിയ ദേശങ്ങളിലേക്ക് എത്തുന്നു. പാമ്പുകൾ ട്രെയിനിന്റെ കോച്ചുകൾക്കുള്ളിലേക്ക് കയറുന്നതിനേക്കാൾ കൂടുതൽ ട്രെയിനിന്റെ അടിഭാഗത്തെ സങ്കീർണമായ യന്ത്ര സംവിധാനങ്ങളിലൂടെയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ട്രെയിൻ നിശ്ചലമായി കിടക്കുമ്പോൾ ചക്രങ്ങളിലൂടെ ഇഴഞ്ഞ് അവ ബോഗിക്കടിയിലുള്ള വിടവുകളിലേക്ക് കയറുന്നു. ട്രെയിനിന്റെ നീളത്തിൽ പോകുന്ന എയർ ബ്രേക്ക് പൈപ്പുകൾ പാമ്പുകൾക്ക് സഞ്ചരിക്കാൻ പറ്റിയ ഹൈവേകൾ പോലെയാണ്. എഞ്ചിൻ ഭാഗത്തെ താപനില പാമ്പുകൾക്ക് വളരെ പ്രിയപ്പെട്ടതും. പ്രത്യേകിച്ച് തണുപ്പുള്ള വനമേഖലകളിൽ നിന്ന് എഞ്ചിനിലെ മിതമായ ചൂട് തേടി അവ അവിടെ ചുരുണ്ടു കിടക്കുന്നു. ട്രെയിനിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിലെ വെന്റിലേഷൻ പൈപ്പുകൾ വഴി ഇവ ചിലപ്പോൾ യാത്രക്കാർ ഇരിക്കുന്ന കോച്ചുകൾക്കുള്ളിലേക്ക് വരെ എത്തപ്പെടുന്നു. പലപ്പോഴും റെയിൽവേ യാർഡുകളിലെ എലികളെയും മറ്റ് ചെറിയ പാമ്പുകളെയും പിടിക്കാനായി ട്രെയിനിന്റെ അടിഭാഗത്തെത്തുന്ന ഇവ ട്രെയിൻ പുറപ്പെടുന്നതോടെ അവിടെ കുടുങ്ങിപ്പോവുകയും യാത്ര തുടരുകയുമാണ് ചെയ്യുന്നത്. ഗവേഷകർ ഈ പ്രതിഭാസത്തെ പാസീവ് ട്രാൻസ്പോർട്ട് എന്നാണ് വിളിക്കുന്നത്. അതായത് പാമ്പുകൾ സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര പോകുന്നതല്ല, മറിച്ച് ട്രെയിനിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അറിയാതെ ദൂരദേശങ്ങളിലേക്ക് അവ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പാമ്പുകളുടെ ഈ ട്രെയിൻ യാത്ര ഗൗരവകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. രാജവെമ്പാലയെ പോലെ ഒരു വമ്പൻ വേട്ടക്കാരൻ അവ ഇല്ലാത്ത മറ്റൊരു പ്രദേശത്ത് എത്തപ്പെടുമ്പോൾ അവിടുത്തെ പ്രാദേശിക പാമ്പുകളെയും മറ്റ് ജീവികളെയും വൻതോതിൽ വേട്ടയാടുകയും അവയുടെ വംശനാശത്തിന് അത് കാരണമാവുകയും ചെയ്യും. ഓരോ പ്രദേശത്തെയും പാമ്പുകളുടെ വിഷത്തിനനുസരിച്ചുള്ള ആന്റിവെനമാണ് അവിടുത്തെ ആശുപത്രികളിൽ സൂക്ഷിക്കാറുള്ളത്. ഒരു പ്രത്യേക സ്ഥലത്ത് കാണപ്പെടുന്ന പാമ്പ് അവിടെയുള്ള ഒരാളെ കടിച്ചാൽ അതിനുള്ള ചികിത്സ നൽകാൻ ഡോക്ടർമാർക്ക് കഴിയാതാകുന്നു. രാജവെമ്പാലയെ പോലുള്ള പാമ്പുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പ്രത്യേക ആന്റിവെനം ലഭ്യമല്ലാത്തത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുന്നു. ഇത് പാമ്പുകളുടെ ജനിതക ശുദ്ധി നഷ്ടപ്പെടാനും കാരണമാകുന്നു. ഓരോ പ്രദേശത്തെയും പാമ്പുകൾക്ക് ആ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെട്ട ചില ജനിതക പ്രത്യേകതകൾ ഉണ്ടാകും. ഇവ സങ്കരവർഗമാകുന്നതോടെ ആ സവിശേഷതകൾ ഇല്ലാതാക്കപ്പെടുന്നു. പശ്ചിമഘട്ടത്തിലെ തണുപ്പും ഈർപ്പമുള്ള വനങ്ങളിൽ ജീവിക്കുന്ന രാജവെമ്പാലകൾ തീരദേശത്തെ ചൂടുള്ള സ്ഥലങ്ങളിൽ എത്തപ്പെടുമ്പോൾ കടുത്ത ശാരീരിക സമ്മർദ്ദം അനുഭവിക്കുന്നു. അനുയോജ്യമായ ഭക്ഷണവും കാലാവസ്ഥയും ലഭിക്കാതെ അവ ചത്തുപോകുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന രാജവെമ്പാലകളെ പോലുള്ള ജീവികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. അപരിചിതമായ സാഹചര്യത്തിലെത്തുന്ന പാമ്പുകൾ കൂടുതൽ ഭയപ്പെടുകയും ആക്രമണകാരികളാവുകയും ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷനുകൾ പോലെ ജനത്തിരക്കുള്ള സ്ഥലങ്ങളിൽ ഇത്തരം പാമ്പുകൾ പ്രത്യക്ഷപ്പെടുന്നത് വലിയ പരിഭ്രാന്തിക്കും അപകടങ്ങൾക്കും വഴിവെക്കും. വികസനത്തിന്റെ പാതകൾ പലപ്പോഴും പ്രകൃതിയുടെ സ്വാഭാവികമായ അതിരുകളെ ലംഘിക്കുന്നു. മനുഷ്യർക്ക് ദൂരങ്ങൾ കുറയ്ക്കാൻ നിർമ്മിച്ച റെയിൽവേ ശൃംഖല അറിയാതെയാണെങ്കിലും വന്യജീവികളുടെ ജൈവപരമായ ഭൂപടത്തെ പോലും മാറ്റിമറിക്കുകയാണ്.